ജോപ്പ ഇത് പോരെ? സൂപ്പറാ മാഷേ, സൂപ്പറാ. ജോപ്പ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയുണ്ട്? സൂപ്പറാ മാഷേ, ചെയ്തേ. അടിപൊളി. ആദർശേ, എടാ ജോപ്പ, ഇത് എൻ്റെ സ്റ്റുഡൻറ്റ് ആദർശ്. ഇതാരാന്ന് മനസ്സിലായി ആദർശേ? ടൗണിലെ ജോപ്പൻ സ്റ്റുഡിയോയുടെ ഓണർ. അല്ല, കണ്ണിന് എന്ത് പറ്റി? മനസ്സിലായില്ല? ഓ, വെച്ച് അങ്ങനെ ആയതാ അല്ലേ? എക്സ്പീരിയൻസ്. അതാണ് ഈ കുടംപള്ളി ചോപ്പൻ. കുളപ്പള്ളിയിൽ അപ്പൻ്റെ ആരുമില്ല. അല്ല മാഷേ, ഇവിടെ എന്താ പരിപാടി? എടാ ഫോട്ടോ അയച്ചിട്ട് കല്യാണം നടക്കാത്തതുകൊണ്ട് റീൽസ് എടുത്ത് വൈറലായി കല്യാണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. എൻ്റെ മാഷ ഈ പ്രായത്തിൽ റീൽസാ? അപ്പം നീ ഞങ്ങളുടെ റീൽസ് ഒന്നും കണ്ടിട്ടില്ല അല്ലേ? ദേ കൂടെ നോക്ക്. മാഷേ, നിങ്ങൾ ഇതിൻ്റെ കമൻ്റ് ഒക്കെ കാണാറുണ്ടോ? കമന്റ് എന്തിനാ കുഴപ്പമിരിക്കുന്നത്? ആദ്യത്തെ കമൻറ്റ്, 11 അനങ്ങി തുടങ്ങി, ഇനി സൂക്ഷിക്കണം. അതിനിപ്പോൾ എന്താ, നമ്മുടെ മൂവ്മെൻറ്റ് അവർക്ക് വർക്കായതുകൊണ്ടാണ്. നല്ല കാര്യമല്ലേ? തനിക്കുണ്ടോ കേട്ടോ? രണ്ടാമത്തെ കമൻറ്റ്, എനിക്ക് ഇവനെയല്ല വേണ്ടത്, ഇത് എടുത്തു കൊടുത്തവനെ പടച്ചു വിട്ടവനെയാണ് എനിക്ക് വേണ്ടത്. എൻ്റെ ഡാഡി തന്നെയാണോ? അത് ചിലപ്പോൾ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനം മേടിക്കാനായിരിക്കും. എന്ത് കേട്ടിട്ടില്ലേ? എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് സമീപിക്കുക ഭാരത് ഇലക്ട്രോണിക്സ് പൂപ്പാറ. നീ എന്തിനാ അവനെ ചീത്ത വിളിക്കുന്നത്? അവൻ എൻ്റെ നല്ലതിന് വേണ്ടിയില്ല ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് എങ്ങനെയാണ് കല്യാണം മുടങ്ങിയത്? അത് ഇവൻ്റെ കയ്യിലെ കുഴപ്പമൊന്നും അല്ലല്ലോ. മൊബൈലിൽ ഫോട്ടോ എല്ലാം കിടപ്പുണ്ടല്ലോ, നോക്കിയാ നീ. ഈ തോട്ടത്തിരിക്കണ ഫോട്ടോയാണോ? അത് തന്നെ. എൻ്റെ മാഷ, നിങ്ങൾക്കൊക്കെ 50 സെൻറ്റ് കപ്പത്തോട്ടമല്ലേ ഉള്ളൂ? അതെ അതെ. പിന്നെ എവിടെ നിന്നാ ഈ സൂര്യകാന്തി തോട്ടം? അതിനെന്താ, കപ്പ നാളെ പറിക്കാലോ. അവർ വരുമ്പോഴത്തേനും സൂര്യാന്തി നട്ടുപിടിപ്പിച്ചാൽ പോരെ. മാഷ, ഈ തൊട്ടടുത്തെടുക്കുന്ന രണ്ടാമത്തെ ഫോട്ടോ അല്ലേ അയച്ചു കൊടുത്തത്? അതെ. മാഷിൻ്റെ 800ൻ്റെ പൊല്യൂഷൻ കിട്ടിയായിരുന്നോ? ഇല്ല. എന്തുകൊണ്ടാ? 18 വർഷം ആയതുകൊണ്ട്. പിന്നെ ഇത് ഏത് കാറാ മാഷേ? അതിനെന്താ, MSW എന്താ കുഴപ്പം? എടാ പൊട്ട, ഇത് MSW അല്ല, നീ ഉണ്ടാക്കി വെച്ചേക്കണ BMW ആ. ഞാൻ ഇവനോട് പറഞ്ഞതാ, വലിയ വണ്ടിയൊന്നും വേണ്ട, സോസ് ഡ്രാഗൺ മതിയെന്ന്. മാഷേ, അത് ഫോക്സ് ഡ്രാഗൺ അല്ല, ഫോക്സ് വാഗൺ. മൂന്നാമത്തെ ഫോട്ടോ, ഞങ്ങൾക്ക് വലിയ കുടുംബക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല, അതുകൊണ്ട് ജോപ്പൻ ഫോട്ടോ അയച്ചു കൊടുത്തതാ. മാഷേ, നിങ്ങളുടെ വീടിൻ്റെ കിഴക്കേ മൂലയിൽ 2 അടി പൊക്കമുള്ള പേരേയും കുൽഫിയസിൻ്റെ ഇത്രയുള്ള കല്ലുവല്ലേ ഉള്ളൂ. അതിനാണോടാ പഴശ്ശിരാമ ഈ പാവം മനുഷ്യനെ കൊണ്ട് ഈ ശബരിമല പ്രതിഷ്ഠിച്ചത്? തനിക്ക് തൻ്റെ ക്യാമറയുടെ പേരെങ്കിലും അറിയാവോ? ഇത് ഡിജിറ്റലാ. താനൊരു മെൻ്റലാ. എൻ്റെ പൊന്നു മാഷേ, ഞാൻ മാഷ് നല്ലൊരു അടിപൊളി പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. പെണ്ണോ? ആ, എനിക്കോ? ആട്ടെ, എന്താ ജോലി? അവൾ നല്ല ലൈഫ് എക്സ്പ്ലോററാ. അത് നല്ലതാ, വൈഫ് എക്സ്പ്ലോറർ എന്ന് പറയാലോ. മാഷ് പോയി വെക്കാൻ റെഡി ആയിട്ട് വന്നേ. എന്നാ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, എന്തേ? ലൈഫ് എക്സ്പ്ലോറർ പെണ്ണാണെങ്കിലുണ്ടല്ലോ, മാഷിൻ്റെ ഒരു അടാറ് സാധനം എൻ്റെ കയ്യിലുണ്ട്. മഞ്ഞുപാടത്തിൽ നിൽക്കുന്ന മാഷ്. മഞ്ഞുപാടം മാഷിനുണ്ടെന്ന് പറഞ്ഞാൽ മതി. മുന്നിൽ ഒരു മഞ്ഞുപാടം. മഞ്ഞുപാടം നിന്റെ പ്രശ്നമെങ്കിൽ നമുക്കത് എണ്ണപ്പാടം എന്ന് പറയാം. ഈ മഞ്ഞോ? അത് വെളിച്ചെണ്ണ കുറച്ചാന്ന് വിചാരിച്ചോളൂ.